പ്രൈസ് ദി ലോർഡ്. ജൂൺ മാസത്തിലെ നമ്മുടെ വചന ധ്യാനത്തിനായിട്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62 മുതൽ 65 വരെയുള്ള വാക്യങ്ങളാണ്. കാവലും കാവൽക്കാരും, ഗാർഡിങ് ആൻഡ് ഗാർഡ്സ്. വിലപ്പെട്ടത് നഷ്ടമാകാതെ സൂക്ഷിക്കുന്നതാണ് കാവൽ. കാവലിനായി നിയോഗിക്കുന്നവരെയാണ് കാവൽക്കാരെന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കാവൽക്കാരുണ്ട്. മനുഷ്യർ നിയോഗിക്കുന്ന കാവൽക്കാരും ദൈവം അയക്കുന്ന കാവൽക്കാരും. ഒരിക്കൽ USA കോടീശ്വരനായ ജി ഗൗൾഡ് തൻ്റെ വിശ്രമരഹിതമായ ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാമെന്ന് കരുതി. സ്റ്റേഷനിലെത്തിയപ്പോൾ പടിഞ്ഞാറേക്കുള്ള ട്രെയിൻ ഉടനെ ഉണ്ടെന്ന് കേട്ടു. ലാസ്റ്റ് സ്റ്റോപ്പ് വരെയുള്ള ടിക്കറ്റ് എടുത്ത് അദ്ദേഹം ട്രെയിനിൽ കയറി. ഒരു ചെറിയ സ്റ്റേഷനിൽ കൂടി കടന്നു പോകുക മാത്രം ചെയ്യേണ്ട ട്രെയിൻ ആ സ്റ്റേഷനിലെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നുപോയി. ഒരു അനൗൺസ്മെൻ്റ് വന്നു, ട്രെയിൻ കേടായി, കുറെ അധിക സമയമെടുക്കും നന്നാക്കുവാൻ, ദയവായി ക്ഷമിക്കുക എന്ന്. അനൗൺസ്മെൻ്റ് കേട്ട ആളുകൾ പലരും സ്റ്റേഷനിൽ ഇറങ്ങി. ഗൗൾഡും സ്റ്റേഷനിൽ ഇറങ്ങി. അദ്ദേഹം നോക്കിയപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. തൊട്ടു മുമ്പിൽ കണ്ട റോഡിലൂടെ അയാൾ മുമ്പോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. എന്താ കാര്യമെന്ന് തിരക്കാമെന്ന് വെച്ച് അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഒരു ലേലം വിളി നടക്കുക. എന്താ നിങ്ങളിവിടെ ലേലം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒരു പള്ളി ലേലം ചെയ്യുക. 2 പ്രായമുള്ളവരാ പറഞ്ഞത്. അദ്ദേഹം അവരോട് കാരണം അന്വേഷിച്ചു. അവർ പറഞ്ഞത്, ഈ പള്ളി പണിഞ്ഞു തന്നയാൾക്ക് പണം വേണം. 1500 വെള്ളിയാണ് അയാൾക്ക് ചെലവായത്. ആ പണം കൊടുക്കാൻ ഈ ഇടവകക്കാരുടെ കയ്യിലില്ല. പണം കൊടുത്തില്ലെങ്കിൽ അയാൾ ഇത് ലേലം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ലേലം വിളിക്കുകയായിരുന്നു. ലേലം വിളിച്ച് അയാളുടെ തുക കിട്ടിയാൽ അയാൾ ഈ പള്ളി കളയും. അയാളുടെ തുകയും കൊണ്ട് അയാൾ പോകും. ഇത് കേട്ട അദ്ദേഹം പെട്ടെന്ന് 1500 വെള്ളിന്ന് ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾ അപ്പം തന്നെ പണത്തിൻ്റെ ചെക്ക് കൈമാറി അതിൻ്റെ ഇടപാടെന്താണെന്ന് വെച്ചാൽ തീർക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം ആ പള്ളിയുടെ പേപ്പർ ആ കോൺട്രാക്ടർ ഇയാളെ ഏൽപ്പിച്ചു. അയാൾ അതുമായി പോകാൻ തുടങ്ങുമ്പോൾ നേരത്തെ സംസാരിച്ച 2 പ്രായമുള്ളവരുടെ കൂടെ ഒരാളൂടെ വന്നു. സ്വല്പം ഗൗരവമായി സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് വാങ്ങിയത്? ഇത് നിങ്ങൾക്കെന്ത് ചെയ്യാൻ? പെട്ടെന്ന് ഗൗൾഡിന് ദേഷ്യമാവുന്നു. ഞാൻ രൂപ ചെലവാക്കി വാങ്ങിച്ചു, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ ചിലപ്പോൾ ഇത് ഇടിച്ച് കളഞ്ഞെന്നിരിക്കും, അല്ലെ പൂട്ടിയിട്ടെന്നിരിക്കും, എൻ്റെ സൗകര്യം അത്. നിങ്ങളാരാ അത് ചോദിക്കാൻ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് ആളുകളിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ദൈവത്തോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്കായി പ്രാർത്ഥിക്കാനായി, ആരാധിക്കാനായി ഈ ആലയം തുറന്നു കിട്ടണേ എന്ന്. അതിനായി ദൈവമേ ഒരാളെ അയക്കണേ. അങ്ങനെ അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങിവിടെ വന്നപ്പോൾ ഒറ്റയടിക്ക് ഒരു വിളിക്ക് ഈ കെട്ടിടം എടുത്തപ്പോൾ അങ്ങേ ദൈവം അയച്ച ആളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയ്ക്ക് സംശയമുണ്ടെങ്കിൽ അകത്ത് കയറി നോക്കാം. അദ്ദേഹം വേഗം തിരിഞ്ഞ് ആ പള്ളിയുടെ വാതിലിൻ്റെ അവിടെ ചെന്ന് അകത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് മനുഷ്യർ ഇരുന്ന്, പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്, മുട്ടുകുത്തി നിന്ന് അവർ കരയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പ്രാർത്ഥിക്കാൻ ഇത്രയും ആഗ്രഹമുള്ള മനുഷ്യരോ? അവർക്ക് ആഗ്രഹമുണ്ടായിട്ടല്ലേ ഇത് നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ പ്രാർത്ഥന ഇതിന് കാവലായിരുന്നു. ഇവരാണ്, ഈ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരാണ് ഈ ആലയത്തിൻ്റെ കാവൽക്കാർ. അപ്പോൾ താനിത് ട്രെയിനിൽ കയറി ഇവിടെ വരാനും ട്രെയിൻ കേടാകാനും തന്നെ ഇവിടേക്ക് എത്തിച്ചതും എല്ലാം ദൈവമാണെന്ന് ഗൗൾഡിന് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്നേഹം ഈ കുഗ്രാമത്തിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീര് കണ്ട ദൈവം ഒരുത്തനെ ഒരുക്കിയത് അപാര ശക്തിയായിരുന്നു. ഗൗൾഡിന് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹം ആ പേപ്പറ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാനല്ല ഇതിൻ്റെ ചുമതലക്കാരൻ, കാവൽക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ കൊണ്ടുവന്നു, ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് സമാധാനത്തോടെ ഇതിനകത്തിരുന്ന് ആരാധിക്കാം. പ്രിയരെ, യഥാർത്ഥ കാവൽക്കാരൻ്റെ യാതന മാനിക്കുന്ന ദൈവം. ഭൂമിയിൽ ചതിയന്മാരായ കാവൽക്കാരുണ്ട്, എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തൻ്റെ യഥാർത്ഥ കാവൽക്കാരെ അയക്കും. ക്രൂശിൽ കിടന്ന് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ച യേശുവിൻ്റെ ശരീരം പീലാത്തോസിൻ്റെ അനുവാദത്തോടെ ഒരു പുതിയ കല്ലറയിൽ വെച്ച ശേഷം കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. അപ്പോൾ പുരോഹിതന്മാരും പരീശന്മാരും പെട്ടെന്ന് അടുത്ത പദ്ധതി കണ്ടുപിടിച്ചു. ഇവർ നീതിമാനായവനെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ പരീശന്മാരും പുരോഹിതന്മാരും വിളിച്ചത് ചതിയനെന്നാണ്. അവർ പീലാത്തോസിനോട് പറയുക, യജമാനനെ, ഈ ചതിയൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്തു മാറ്റിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മളോട് പറയും. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിന് നല്ല കാവൽ വേണം. കാവൽ നിൽക്കാൻ കാവൽക്കാരെ നിർത്തി. മാത്രമല്ല, അവരുരുട്ടി വെച്ച കല്ലിന് സർക്കാരിൻ്റെ മുദ്രയും നൽകി. കല്ലും മാറ്റിയില്ല, മുദ്രയും നീക്കിയില്ല. ദൈവം വാക്ക് പാലിച്ചു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ഉയർത്തെഴുന്നേറ്റു എന്ന് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, ജനം മനസ്സിലാക്കണമെങ്കിൽ, ശിഷ്യന്മാരറിയണമെങ്കിൽ കല്ലറയുടെ വാതിൽ തുറന്നേ പറ്റൂ. ഒഴിഞ്ഞ കല്ലറ അവർ കാണണം. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ കല്ലുരുട്ടി മാറ്റി. ഇതെല്ലാം കാവൽക്കാർ അവിടെ നിൽക്കുമ്പോഴാണ് സംഭവിച്ചത്. അവൻ്റെ രൂപം മിന്നലിനൊത്തതും ഉടുപ്പ് ഹിമം പോലെ വെള്ളയും ആയി. അപ്രകാരമുള്ള ഒരു ദൂതനായിരുന്നു ആ കല്ലുരുട്ടി മാറ്റി ആ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഭൗമിക കാവൽക്കാർ, സ്വർഗീയ കാവലിൻ്റെ മുമ്പിൽ ഒന്നുമില്ല.
ഈ ദൂതനെ കണ്ടപ്പോൾ മരിച്ചവരെ പോലെയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾക്കും ദൈവം തൻ്റെ ദൂതനെ അയക്കും. ദൈവം തൻ്റെ ദൂതനെ അയക്കുമ്പോൾ ഭൗമിക കാവൽക്കാർ മരിച്ചവരെ പോലെയാകും. എന്നാൽ സ്വർഗത്തിൻ്റെ കാവൽ അത്യത്ഭുതമാണ്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പത്രോസിനെ മരണത്തിന് ഏൽപ്പിക്കാതെ രക്ഷിച്ച ദൂതനെ അവിടെ നമുക്ക് കാണാം. കാവൽക്കാർ കാരാഗ്രഹം കാത്തെടുത്ത് ദൂതൻ പ്രത്യക്ഷനായപ്പോൾ അവിടെ വെളിച്ചവുമെത്തി. ദൈവം അയച്ച ദൂതനെ ഭൂമിയിലെ കാവൽക്കാർ കണ്ടില്ല. അതിനകത്ത് വെളിച്ചവും വന്നു, പക്ഷെ കാവൽക്കാർ കണ്ടില്ല. ഈ കാവൽക്കാരുടെ നടുവിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു പത്രോസ്. ദൂതൻ പത്രോസിനെ തട്ടി ഉണർത്തി. ചങ്ങല അഴിഞ്ഞു വീണു. വേഗം എഴുന്നേറ്റ് അരമുറുക്കി ചെരുപ്പിട്ട് പുതപ്പ് പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് ദൂതൻ പറഞ്ഞു. ദൂതൻ പറഞ്ഞത് അനുസരിച്ചു. പ്രിയ സഹോദരങ്ങളെ, എഴുന്നേറ്റെങ്കിലേ ചങ്ങല താഴെ വീഴത്തുള്ളൂ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് പറഞ്ഞ ദൈവം തൻ്റെ ദൂതനെ അയച്ചു അവനെ അതിൽ നിന്ന് പുറത്തിറക്കി. എൻ്റെ പിന്നാലെ വരിക എന്നാണ് ദൂതൻ പറഞ്ഞത്. ദൂതൻ്റെ പിന്നാലെ പോയവൻ എൻ്റെ മുൻപിൽ എല്ലാ വാതിലുകളും തുറന്നു. ഭൗമിക കാവൽക്കാർ മരിച്ചവരെ പോലെ ആകുന്ന അവസ്ഥ. സ്വർഗീയ കാവൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരൊന്നുമില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാകും. ഇതിൻ്റെ പ്രധാന കാരണം, പത്രോസ് രക്ഷപ്പെട്ടതിൻ്റെ പ്രധാന കാരണം, ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, അതാണ് അവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നത്. പ്രിയരെ, നമ്മുടെ പ്രശ്നം എത്ര കഠിനമായാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും, ശത്രു എത്ര വലിയ കല്ലുരുട്ടി വെച്ച് സീൽ ചെയ്താലും, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊന്നുമല്ല. നിൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ, നിൻ്റെ പ്രതികൂലങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൂതൻ മുമ്പേ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരനർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കയില്ല, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞുങ്ങളൊക്കെ പലരും പല വിഷയങ്ങളുടെ പേരിൽ ഭാരപ്പെടുന്നവരാണ്. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി വഴിയൊരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ജൂൺ മാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്നു. പലരും ജോലി അന്വേഷിച്ച് നടക്കുന്നു. കർത്താവ് ഇവർക്കൊക്കെ വഴിയൊരുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരുടെയും പ്രാർത്ഥന ഒരു വാക്കായിരിക്കണം. എൻ്റെ മുമ്പാകെ നീ ഒരു ദൂതനെ അയക്കണമേ. ദൂതൻ മുമ്പേ പോയാൽ 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും എല്ലാം തുറക്കും. നിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതെ നിന്നെ കാക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ദൂതനെ ഞങ്ങൾക്ക് മുമ്പേ അയക്കണമേ. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതിയൊരു മാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.